ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പം വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വർഷത്തേക്ക്, ഇനി വരുന്ന വർഷത്തേക്ക് നമുക്ക് ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു ഗോൾസ്, നമ്മൾ എങ്ങനെയായി തീരണം എന്നുള്ളതെല്ലാം ആദ്യമേ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് അതിന് പറ്റിയ പിക്ചേഴ്സോ, നമ്മൾ പിക്ചേഴ്സ് തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ അത് എഴുതി വെക്കാം. അങ്ങനെ പിക്ചേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടി നമ്മളത് കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പിക്ചേഴ്സ് എല്ലാം ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് ഫിസിക്കൽ ആയിട്ടുള്ള ഫോമിൽ ഒരു ബോർഡിലോ അല്ലെങ്കിൽ ഒരു ജേർണലിലോ ഒക്കെ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിജിറ്റൽ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്നിവിടെ ഡിജിറ്റൽ വിഷൻ ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. എനിക്കിത് വിഷൻ ബോർഡ് ഇങ്ങനെ ബോർഡിലാക്കിയിട്ട് വെക്കുന്നതിന് വലിയ താല്പര്യമില്ല. അപ്പൊ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജേർണലിന്റെ ഉള്ളില് എല്ലാം എഴുതി, പിന്നെ ഞാൻ പിക്ചേഴ്സ് ഒക്കെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ജേർണലിൽ ഞാൻ പ്ലാനറായിട്ടല്ല ഉദ്ദേശിക്കുന്നത്, ജേർണലായിട്ടാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടി കട്ടുള്ള പേജിന് വേണ്ടിയിട്ട് പേപ്പേഴ്സ് ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എത്താൻ നേരം വൈകും. പക്ഷെ അതെനിക്ക് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു പ്ലാനറായിട്ട് ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ പ്ലാനറാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഡൗൺലോഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പ്ലാനറായിട്ട് ഫസ്റ്റ് തന്നെ തുടങ്ങണം എന്നില്ല. അപ്പോൾ വിഷൻ ബോർഡ് ഞാൻ ഫിസിക്കൽ ഫോമിലുള്ളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജേർണൽ ബുക്കിന്റെ ഉള്ളിലാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തൊക്കെ ഗോൾസ് ആണ് അറ്റൈൻ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയായി തീരണം എന്നുള്ളതിന്റെ ഒക്കെ ആദ്യമേ ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം ആ പോയിന്റ്സ് എല്ലാം എഴുതി വെക്കണം. നമുക്ക് കരിയർ സംബന്ധമായിട്ട് ഗോൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്തില്, പിന്നെ എന്താ ഫിനാൻഷ്യൽ ഗോൾസ്, ട്രാവൽ ഗോൾസ്, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാറ്റഗറീസ് എടുത്തിട്ട് അതിൽ നമുക്ക് എന്താണ് ആഗ്രഹങ്ങൾ എന്നുള്ളത് അത് എഴുതി വെക്കാം. പിന്നെ നമ്മളിത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. ഈസിലി അറ്റൈനബിൾ ആണെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് നമ്മളൊരു എഫേർട്ട് എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു പണിയെടുത്താൽ ഈ വർഷം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനത്തതാണ് നോക്കേണ്ടത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ ഒരു ഐഫോൺ വേണമെങ്കിൽ അടുത്ത വർഷം വാങ്ങാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരു ഓടി കാർ എനിക്ക് വേണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. അപ്പം ഞാൻ എത്ര എഫേർട്ട് എടുത്താലും അത്രയും ഒരു എമൗണ്ട് എനിക്ക് സ്വരൂപിക്കാനുള്ളൊരു അവസ്ഥയിലാണോ ഞാനെന്നുള്ളത് നമ്മൾ അറിയണം. അപ്പം ഒരിക്കലും നടക്കാത്ത, അങ്ങനെയല്ല, ഒരു വർഷം കൊണ്ട് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളല്ല നമ്മൾ ഇതിൽ എഴുതേണ്ടത്. നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന, അല്ലാണ്ട് ലോട്ടറി അടിച്ചാൽ മാത്രം കിട്ടുന്ന അങ്ങനത്തെ അല്ല നമ്മൾ എഴുതി വെക്കേണ്ടത്. അപ്പൊ ആദ്യം അത് ശ്രദ്ധിക്കാം. എന്നിട്ട് ഇതെല്ലാം എഴുതി വെച്ചിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിന്ന് ഈ വീഡിയോയിൽ 2 ടൈപ്പ് ഡിജിറ്റൽ വിഷൻ ബോർഡ് കാണിക്കുന്നുണ്ട്. പിൻട്രസ്റ്റിൽ സെറ്റ് ചെയ്യുന്നതും ക്യാൻവയിൽ സെറ്റ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടുള്ളൊരു ക്യാൻവ ട്യൂട്ടോറിയലും കൂടിയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്യാൻവയിൽ തുടങ്ങാം. ക്യാൻവയില് നമ്മൾ ഓൾറെഡി പിൻട്രസ്റ്റിൽ വേണ്ട പിക്ചേഴ്സ് ഒക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് എന്റെ ഗാലറിയിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ക്യാൻവ എടുത്തു. ക്യാൻവയിൽ ക്രിയേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടു ലെഫ്റ്റ് സൈഡിൽ. അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഡോക്യുമെന്റ്, വൈറ്റ് ബോർഡ്, പ്രസന്റേഷൻ, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ലോഗോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഇതൊന്നും പോരാതെ കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റം സൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു പ്രത്യേക അളവിലാണ് പ്രിന്റ് എടുക്കേണ്ടതെങ്കിൽ അത് നമ്മളത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കിട്ടും. അങ്ങനെ ഡിഫറെന്റ് ഓപ്ഷൻസ് നമുക്ക് ക്യാൻവയിൽ അവൈലബിൾ. അപ്പൊ ഞാനിവിടെ A4 സൈസ് എന്നുള്ള അടിച്ചു കൊടുത്തിട്ട് ഒരു A4 ഡോക്യുമെന്റ് ആണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു കസ്റ്റം സൈസ് ആണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ അവിടെ അപ്ലോഡ്സ് എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അപ്ലോഡ് ആയി എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ വരും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ഫയൽസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ
ഫോട്ടോ, ഇമേജ് അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ ക്യാമറയിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് കിടക്കുന്ന ഗാലറിയിലോട്ട് പോകും. അവിടെ പോയതിനു ശേഷം നമുക്ക് ഏതൊക്കെ ഫോട്ടോസ് ആണ് വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കാണാൻ ലെഫ്റ്റ് സൈഡിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അത് ഇതിൽ അപ്ലോഡ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ A4 സൈസുള്ള പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോട്ടോസ് എല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്ത് നമുക്ക് അതിന്റെ സൈസിനും ഒക്കെ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ അലൈൻമെന്റ് ചെയ്യാൻ പറ്റും. സൈസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അത് ആ 4 സൈഡിലുള്ള റൗണ്ട് ഡോട്ട്സ് ഉണ്ടല്ലേ, അതിനെ പിടിച്ചിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഓൾറെഡി ആഡ് ചെയ്യുന്ന ഓരോ ഫോട്ടോസ് ആയിരിക്കും അതിന്റെ മേലേക്ക് വരാം. അപ്പൊ നമുക്കിപ്പോ ഒരു ഫോട്ടോ ബാക്കിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ 3 ഡോട്ട്സ് കാണാം. അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. എന്നിട്ട് നമുക്ക് സെൻഡ് ടു ബാക്ക്, അങ്ങനെ ബ്രിങ് ടു ഫ്രണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ഒക്കെ ആ ഫോട്ടോസിന് ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഓൾറെഡി ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ അവിടുന്ന് നീങ്ങാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ ഒരു ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ, അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ അവിടെ ലോക്കായി നിൽക്കും. പിന്നെ നമ്മൾ എങ്ങോട്ട് മാറ്റിയാലും മറ്റുള്ളതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും, പക്ഷെ ആ ഒരു ഫോട്ടോ മാത്രം അവിടെ നീങ്ങാതെ നിന്നോളൂ. പിന്നെ വീണ്ടും അതിന് സെലക്ട് ചെയ്താൽ മതി ലോക്ക് പോകണമെങ്കിൽ. പിന്നെ അവിടെ പ്ലസ് എന്ന് പറഞ്ഞ സൈൻ ഉണ്ടല്ലോ ലോക്കിന്റെ അപ്പുറത്ത്, അപ്പൊ നമുക്ക് ഓൾറെഡി ഉള്ള ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഈ ഒരു ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഈ ഫോട്ടോ ആയിട്ട് മാറും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് 2025 വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പിക്ചർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് മേലെ, പക്ഷെ അത് പ്രോ വേർഷനിൽ മാത്രം നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അപ്പൊ എനിക്കിതിൽ പ്രോ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ആ ടെക്സ്റ്റ് മാത്രം വന്നു. അത് എനിക്ക് ഇഷ്ടമുള്ളടത്ത് കൊണ്ടുകൊടുത്തു. ഇനിയിപ്പോ നമ്മളിൽ പ്രോ വേർഷൻ ഇല്ലെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏടെ ഹെഡിങ് അല്ലെങ്കിൽ സബ് ഹെഡിങ് അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഹെഡിങ് എടുത്തു, 2024 ടൈപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ അവിടെ ഫസ്റ്റ് തന്നെ ആ വരുന്നൊരു വിൻഡോയിൽ ഫസ്റ്റ് തന്നെയുള്ള സ്കൂൾ ബെൽ എന്നൊക്കെ കാണുന്നില്ലേ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണ്ട് ഓപ്ഷൻസ് ആണ്. നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കാണാം. അപ്പൊ അത് വരുമ്പോൾ ഇതിന്റെ തന്നെ കുറച്ചും കൂടി ഹൈലൈറ്റഡ് ഫോം അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടൈപ്പ് ഡിഫറെന്റ് ഫോംസിലോട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ഈ ഇഫക്ട്സിന്റെ അപ്പുറത്തുള്ള ഒരു ഡോട്ട്സ് അത് ട്രാൻസ്പെറൻസി ആണ്. അപ്പൊ നമുക്ക് ട്രാൻസ്പെറൻസി കൂട്ടിയോ കുറയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. പിന്നെ എലിമിനേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അപ്പം നമ്മളിപ്പം ഫോണ്ട് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെക്കണമെന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണമെന്നില്ല. ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ ഈ ആഡ് ടെക്സ്റ്റിന്റെ സബ് ഹെഡിങ്ങിനൊക്കെ താഴെ തന്നെ ഇങ്ങനെ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള കുറെ ടെക്സ്റ്റ്സും അവൈലബിൾ ആണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഈ എക്സ്ക്ലൂസീവ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ആ ഹെറിറ്റേജിൽ നിന്ന് മാത്രമുള്ളത് സെലക്ട് ചെയ്തിട്ട് അവിടെ വിഷൻ ബോർഡ് എന്ന് കൊടുത്തു. ഈ എക്സ്ക്ലൂസീവ് ആ ഫോണ്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കാം. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് വന്നോളൂ. ഇനി വിഷൻ ബോർഡ് എന്നുള്ളതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫോണ്ട് ബർഗ്യൂ സ്ക്രിപ്റ്റ് എന്നുള്ള ഭാഗത്തുനിന്ന് ഫോണ്ട് മാറ്റാം, കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം, എഫക്ട്സ് കൊടുക്കണേ എഫക്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിലും ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കിപ്പോ തൽക്കാലം അത് വേണ്ട, അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളയണം. ഇനി ഇതും അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിന്റെ മേലെ കണ്ടോ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ വിഷൻ ബോർഡ് എന്നാണ് ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോൺസ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ വരും. അപ്പൊ അതിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിലും എന്താ പറയാ, പ്രോ വേർഷൻ ആണെങ്കിൽ മാത്രം കിട്ടുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. നമുക്ക് ഏതാണ് അവൈലബിൾ എന്നുള്ള അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരു വിഷൻ ബോർഡ് എന്നുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വേറെയും കുറെ
ഇങ്ങനത്തെ ഒരു ഗ്രാഫിക് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറെ അഫർമേഷൻസ് അതൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടത് അതിന് സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ വെക്കാം. ഓൾറെഡി പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാനൊന്നും ഇല്ല. പിന്നെ സൈഡിൽ ഇതല്ലാതെ പിന്നെയുള്ള ഓപ്ഷൻസ് ക്യാമറ റോൾ, അതാണെങ്കിലും ഈ പറഞ്ഞപ്പോൾ നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ അപ്ലോഡ്സ് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. പിന്നെ ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വരച്ചു കൊടുക്കണമെങ്കിൽ വരച്ചു കൊടുക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെൻസ് ഒക്കെ വരും. അങ്ങനെയൊക്കെയാണ് ഓൾറെഡി ചെയ്തുള്ള പ്രൊജക്ട്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് ക്യാൻവയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ അത്രയൊക്കെയുള്ളൂ. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് അതിൽ ഡൗൺലോഡ് കൊടുക്കുക. PDF സ്റ്റാൻഡേർഡോ JPG ആയിരിക്കും കുറച്ചും കൂടി ഷെയറിങ്ങിനൊക്കെ നല്ലത്. പ്രിന്റ് എടുക്കാനാണെങ്കിൽ PDF സ്റ്റാൻഡേർഡ് എടുക്കുക. എന്നിട്ട് പ്രിന്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഡൗൺലോഡ് ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് പ്രിന്റ് എടുക്കുന്ന സമയത്ത് ഇത് പ്രിന്റ് എടുക്കാവുന്നതാണ്. ഇതാണ് പ്രിന്റ് എടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ JPG ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഈ പിക്ചർ ഓൾറെഡി നമ്മുടെ ഗാലറിയിൽ സേവ് ആവുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഓപ്ഷനാണ്. ഇനി ഉള്ളത് ഇത് നമ്മൾ ഓൾറെഡി എല്ലാ പിക്സും നമ്മൾ തന്നെ ചെയ്ത് വെക്കുന്ന അറേഞ്ച് ചെയ്യുന്ന പോലത്തെ ഓപ്ഷൻ. ഇനി ഇതല്ലാതെ നമുക്ക് ഓൾറെഡി വിഷൻ ബോർഡ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിരിക്കും. അതിലെങ്ങനെയാണ് ചെയ്യാന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് ഞാൻ ഫോണിലാണ് എടുക്കുന്നത്. എന്റെ ഫോണിലത്തെ അക്കൗണ്ടിൽ എൻ്റെ പ്രോ ഇല്ല. അപ്പൊ നമ്മൾ തുറന്നു, എന്നിട്ട് ക്യാൻവ തുറന്നു, സാധാരണ ചെയ്യുന്ന പോലെ A4 ഡോക്യുമെന്റ് എന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പം ആ ടെംപ്ലേറ്റ് വരും. അപ്പൊ തന്നെ നേരെ ടെംപ്ലേറ്റ് തുറക്കാനുള്ള ഓപ്ഷൻസ് വരും. അപ്പൊ ഓൾറെഡി ഞാനിത് ടൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് വിഷൻ ബോർഡ് വന്നൊക്കെ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മേലെ യൂസ് ഫോർവേഡ്സ് ഡിസ്ക്രൈബ് എന്നുള്ളടത്ത് നമുക്ക് വിഷൻ ബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ നമുക്ക് അവൈലബിൾ ആയ ടെംപ്ലേറ്റ്സ് താഴെ വരും. എന്നിട്ട് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെലക്ട് ചെയ്ത ടെംപ്ലേറ്റിലത്തെ ഫോട്ടോസ് ജസ്റ്റ് സ്വാപ്പ് ചെയ്താൽ മതി. അപ്പൊ പ്രോ വേർഷൻ ഒന്നും അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതായിരിക്കും എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ വേണ്ട പിക്ചർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴെ റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗാലറി തുറന്നിട്ട് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച ഏത് പിക്ചറാണോ അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്യാം. സെയിം സംഭവം തന്നെ എല്ലാ പിക്ചേഴ്സ് കഴിയുന്നത് വരെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ ഓൾറെഡി കൊടുത്തുള്ള പിക്ചർ സെലക്ട് ചെയ്യുക. ബോട്ടം ലെഫ്റ്റിൽ കാണുന്ന റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പൊ നമ്മുടെ ഗാലറി തുറന്നു വരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പിക്ചർ എടുക്കാം. പിന്നെ ഈ പിക്ചേഴ്സ് നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യും, എന്താ പറയുക, ക്രോപ്പ് ചെയ്യും, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അതും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എല്ലാ പിക്ചേഴ്സും ഒന്ന് സ്വാപ്പ് ചെയ്ത് വെക്കുന്നത്. ഇനി പ്രോ വേർഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താ പറയാ ഈ എലമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ വരാനുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ വീണ്ടും ജസ്റ്റ് എലമെന്റ്സിന്റെ അവിടെ ഒന്ന് വിഷൻ ബോർഡിൽ നിന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറെ എലമെന്റ്സ് ഒക്കെ താഴെ വന്നിട്ടുണ്ട്. അതിൽ ഫോട്ടോസ് ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്. അപ്പം നമുക്കിപ്പോ തൽക്കാലം ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ പ്രോ എന്ന് അവിടെ ഒരു ചിഹ്നം കാണുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രോ വേർഷൻ ആണെങ്കിൽ പ്രോ വേർഷൻ അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ ഇല്ലാത്ത എല്ലാ അതിൽ കാണുന്ന ഗ്രാഫിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നേരത്തെ ഞാൻ വിഷൻ ബോർഡിൽ നിന്ന് യൂസ് ചെയ്തതോ അതൊക്കെ ഓൾറെഡി ഇതിൽ പ്രോ വേർഷനിൽ കിടക്കുന്നതാണ്. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രോ അല്ലാത്ത എനിക്ക് ഒരു ഇത് എനിക്ക് കിട്ടി. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതും ഞാൻ കുറച്ച് വൈബ്രന്റ് ആണെന്ന് തോന്നി. അപ്പൊ അത് കളറൊന്നും കുറച്ച് മാറ്റാന്ന് വിചാരിച്ചു. അപ്പം അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ മാറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. മാജിക് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കളർ മാറ്റാം. പിന്നെ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഫിൽറ്റർ കൊടുക്കാം. മാജിക് സ്റ്റുഡിയോയും പ്രോ വേർഷൻ ആണെന്ന് തോന്നുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് കളറൊന്ന് ഗ്രേഡ് കുറച്ചിട്ട് ഞാൻ കുറച്ച് കളറൊന്ന് മാറ്റുന്നുണ്ട്. അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്താൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ പ്രോ വേർഷൻ അല്ലെങ്കിൽ ഇതേപോലെ ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് നേരത്തെ കണ്ടപ്പോൾ തന്നെ ടെക്സ്റ്റ് എടുക്കുക, ആഡ് ഹെഡിങ് കൊടുക്കുക. നമുക്ക് കൊടുക്കുന്നത് ഇപ്പോൾ 2025 വിഷൻ ബോർഡ് എന്നുള്ള ഹെഡിങ് ആണ് കൊടുക്കേണ്ടതെന്നെങ്കിൽ 2025 അടിച്ചു കൊടുക്കുക. എന്നിട്ട് കളറും എല്ലാം ബേസിക് ആയിട്ട് പ്രോ അല്ലെങ്കിൽ അവൈലബിൾ ആണ്. നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഫോൺ സ്റ്റൈൽ മാറ്റാനും ഫോൺ സൈസ് മാറ്റാനും കളർ മാറ്റാനും നേരത്തെ കണ്ട എഫക്ട്സ് ആ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മോട്ടിവേഷണൽ കോഡ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ എലമെന്റ്സ് ഒന്ന് എടുത്തിട്ടാണ് മോട്ടിവേഷണൽ കോഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ പ്രോ വേർഷൻ ആയിട്ടുള്ളതുകൊണ്ട് അല്ലാത്തതുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് വേണ്ട കുറച്ച് അഫർമേഷൻസ് അങ്ങനത്തതൊക്കെ നമുക്ക് ഈ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഗോർജസ് എന്നുള്ളത് പ്രോ അല്ല, അപ്പൊ ഞാനത് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ ഒന്ന് എലമെന്റ്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഫുൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഏതൊക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ കുറച്ച് എന്താ പറയാ കോഡ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി സെയിം നേരത്തെ കണ്ട പോലെ ആ ഷെയർ എന്നുള്ള അപ്പർ ഏരോ സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക, എന്നിട്ട് PNG-യിലോ നമ്മൾ പ്രിന്റ് ചെയ്യാനാണ് PDF-ലാക്കുക, അല്ലെങ്കിൽ PNG JPG-യിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഗാലറിയിൽ വരുമ്പോൾ നമ്മുടെ വാൾപേപ്പർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയേ ഉള്ളൂ ക്യാൻവയിൽ ചെയ്യുന്നത്. ഇനിയിപ്പോ അതും അറിയാത്തവരുണ്ട്, അതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഓപ്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ യൂസേഴ്സ് ഉണ്ടാവും. അവിടെ യൂസേഴ്സ് നമ്മൾ ഡിസ്പ്ലേ ആ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അറിയുമെന്ന് തോന്നുന്നു. നമ്മൾ വാൾപേപ്പർ ഒക്കെ ഫോണിന്റെ വാൾപേപ്പർ എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത്. അപ്പൊ യൂസേഴ്സ് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പിൻട്രസ്റ്റിൽ എങ്ങനെയാണ് ക്യാൻവ യൂസ് ചെയ്യാതെ പിൻട്രസ്റ്റിൽ മാത്രമായിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് ഞാൻ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് താഴെയുള്ള പ്ലസ് സൈൻ എടുക്കുമ്പോൾ നമുക്ക് പിൻ കൊളാജ് അങ്ങനെ ഓപ്ഷൻ വരും. അതിൽ കൊളാജ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതിൽ റീമിക്സ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോ ഫസ്റ്റ് ചെയ്തു കൊടുത്തോണ്ടാണ് പിക്കപ്പ് വേർ യു ലെഫ്റ്റ് എന്ന് കാണിക്കുന്നത്. ആ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് പ്ലസ് സൈൻ സെലക്ട് ചെയ്യുമ്പോൾ നേരെ പിൻട്രസ്റ്റിലോട്ടാണ് പോവുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള പിക്ചേഴ്സിന്റെ ഓപ്ഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെലക്ട് ചെയ്യാം. പക്ഷെ അതിന്റെ താഴെയുള്ള ഗാലറി ഓപ്ഷൻ കാണിക്കുകയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പിക്ചേഴ്സ് ഒക്കെ സെലക്ട് ചെയ്തു. ഇനി അതെല്ലാം ഈ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ലേഔട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പിൻ ചെയ്ത് വലുതാക്കുമ്പം ചെറുതാക്കുകയും ചെയ്യുമ്പം ഇത് വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. പിന്നെ ഡ്രാഗ് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാം. പിന്നെ നമുക്കിത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഈ പിക്ചറിന് ജസ്റ്റ് കാണിച്ചതാണ് ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഷേപ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുകയാണെങ്കിൽ സർക്കിളിലോ അല്ലെങ്കിൽ നമുക്ക് അതിൽ കാണിക്കുന്ന ഏത് ഷേപ്പിലോ വേണമെങ്കിൽ നമുക്ക് ആ പിക്ചേഴ്സിന് ക്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് പിൻട്രസ്റ്റിലും അവൈലബിൾ ആണ്. കളറിന്റെ ഷെയ്ഡ് മാറ്റാൻ പറ്റും, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച പിക്ചേഴ്സ് നമ്മളെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിക്ചേഴ്സ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഇതിലാണ്, ഓർഡറിലാണ് വരിക. അപ്പൊ നമ്മളത് ഫസ്റ്റ് സെലക്ട് ചെയ്ത് ഫസ്റ്റ് അതിന്റെ മേലേക്കാണ് പിക്ചേഴ്സ് വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഏത് പിക്ചറാണ് നമുക്ക് കുറച്ച് മുന്നിലോട്ട് കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് പിടിച്ചിട്ട് മേലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇപ്പൊ ലെഫ്റ്റിൽ കണ്ടില്ലേ ആ ഒരു കുറെ വരകൾ, അതിന്ന് മേലോട്ട് നമുക്ക് കുറച്ച് ഡ്രാഗ് ചെയ്യണം. അപ്പൊ അത് മേലോട്ട് വരും. അപ്പം ഓരോ വരാന്ന് പറഞ്ഞാൽ ഓരോ പിക്ചറിന്റെ മേലോട്ട് വരുന്നതാണ്. നമുക്ക് ഏറ്റവും ഫ്രണ്ടിലോട്ടാണ് ആ പിക്ചർ വരുന്നതെങ്കിൽ അത്രയും പ്രാവശ്യം അതിന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് ഫ്രണ്ടിലോട്ട് വരും. അങ്ങനെ നമുക്ക് വേണ്ട പിക്ചറിന് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ ആക്കാൻ പറ്റും. പിന്നെ ഇതേപോലെ പിക്ചറിനെ പറഞ്ഞല്ലോ ഷേപ്പിൽ മാത്രമല്ല സൈസും നമുക്ക് കുറയ്ക്കണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് കുറച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ആക്കാം. ഞാൻ വീണ്ടും ഇതിപ്പോ ബാക്കിലായതുകൊണ്ട് വീണ്ടും അതൊന്ന് സെലക്ട് ചെയ്ത് പിടിച്ചു. എന്നിട്ട് ജസ്റ്റ് മേലത്തോട്ട്, അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, മേലോട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യാം. നമ്മുടെ ആ റൈറ്റ് ഫിംഗറിനെ, ആ സെലക്ട് ചെയ്ത ഫിംഗറിനെ മേലോട്ട് ഡ്രാഗ് ചെയ്യാം. അപ്പൊ അത് ഓരോ ലൈനും മേലോട്ട് വരുമ്പോഴും ഓരോ പിക്ചറിന്റെ മേലോട്ടായിട്ട് വരും. എന്നിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ എത്തുമ്പോൾ നമുക്ക് നിർത്താം. അപ്പൊ അത്രയ്ക്ക് ഇതിലുള്ളൂ. ഇതിലും ടെക്സ്റ്റ് അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് വരയ്ക്കണമെങ്കിൽ എന്തെങ്കിലും അതൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ബാക്കി നമ്മൾ പിക്ചേഴ്സ് എല്ലാം
നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഓരോ പിക്ചർ സെലക്ട് ചെയ്യുമ്പോഴും അവിടെ നമുക്ക് ആ പിക്ചറിനെ മാത്രം ക്രോപ്പ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും വരും. അപ്പൊ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ഇതിനെ ക്രോപ്പ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ പിക്ചർ മാത്രം കിട്ടും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ. അത് പിൻട്രസ്റ്റിൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ അത്രയുള്ള 3 ഡോട്ട്സ് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക, ഡൗൺലോഡ് ആവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി പിൻട്രസ്റ്റിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്ലസ് സൈൻ എടുക്കുക, കൊളാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ ഒറ്റയ്ക്ക് ഫുൾ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയതാണ്. അതല്ലാതെ റീമിക്സ് കൊളാഷ് എന്ന് പറഞ്ഞ ടെംപ്ലേറ്റ് ഉണ്ട്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള വിഷൻ ബോർഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ കൊളാജിന്റെ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ റാൻഡം ആയിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ റീമിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, അത് കൊടുക്കാം. എന്നിട്ട് ഓരോ പിക്ചറും അവിടുത്തെ സെലക്ട് ചെയ്തിട്ട് താഴെ സ്വാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, അതെടുക്കാം. അതിനുശേഷം പ്ലസ് സൈനാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പൊ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ഹെൽത്തി സ്നാക്കാണ് നമുക്ക് വേണ്ടെങ്കിൽ ആ പിക്ചർ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിൻ്റെ ഒരു പിക്ചേഴ്സ് വരും, അത് നമുക്ക് വേണ്ട പിക്ചേഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അത് പിക്ചർ മാത്രമായിട്ടും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് വേണ്ട എഡിറ്റ് അങ്ങനെ അല്ലാതെ അവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫുൾ പിക്ചറായിട്ടും വരും. അതേപോലെ നമുക്ക് മാറ്റേണ്ട എല്ലാ പിക്ചേഴ്സും സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴെയുള്ള സ്വാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അവിടെ വിഷൻ ബോർഡ് ഐഡിയാസ് അങ്ങനെ വെറുതെ കോഡ്സ് അങ്ങനെ നമ്മൾ എഴുതി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് അവൈലബിൾ ആ ഓപ്ഷൻസ് വരും, അത് സെലക്ട് ചെയ്യാം. അപ്പൊ നേരെ എഡിറ്റ് ഓപ്ഷനിലോട്ടാണ് പോവുക. അപ്പൊ നമുക്ക് അത് മാത്രമായിട്ട് ഈ എഴുത്തുകൾ അങ്ങനെ വരുന്നില്ല, പിക്ചേഴ്സ് ഒക്കെ അത് മാത്രമായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ. അല്ലെങ്കിൽ അത് ഫുള്ളായിട്ടും വിത്ത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അതൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാ പിക്ചേഴ്സും ഇങ്ങനെ എനിക്ക് വേണ്ട പിക്ചേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്, ഓൾറെഡി ഒന്ന് കാണിച്ചെന്നല്ലോ. അപ്പൊ ഇങ്ങനെയും ഓപ്ഷൻ അവൈലബിൾ ആണ് എന്ന് കാണിക്കാണ് എന്റെ ഉദ്ദേശം. അവിടെ പ്ലസ് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് എടുക്കുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് കുറച്ചെണ്ണം മാത്രം മാറ്റിയിട്ടുള്ളൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇനി വീണ്ടും ആ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട്സ് എടുക്കുക, ഡൗൺലോഡ് കൊളാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, ഡൗൺലോഡ് ആവും. അപ്പൊ നമ്മള് ഫോട്ടോ ലൈബ്രറിയിലോട്ട് ഇത് താനെ ഡൗൺലോഡ് ആയിക്കോളും. അപ്പൊ അത്രയ്ക്കോ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പിൻട്രസ്റ്റിൽ തന്നെ നമുക്ക് ഒരു കൊളാഷ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അത് സേവ് ചെയ്യാൻ പറ്റും. ക്യാൻവ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ക്യാൻവ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വേറെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം.